ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തിരുവാതിരപ്പുഴുക്കാണ്. തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: കപ്പ, കൂർക്ക, മധുരക്കിഴങ്ങ്, കാച്ചിൽ, ചേമ്പ്, പച്ചത്തേക്ക, പിന്നെ വൻപയർ. ഇത്രയുമാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിൽ വൻപയർ എന്ന് പറയുന്നത് ഇത് കുതിർത്ത് വെച്ചതാണ്. ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കണം. എന്നിട്ട് ആദ്യം ഇത് പ്രത്യേകമാണ് ഇത് പിന്നെ ഞാൻ വൻപയർ നല്ലപോലെ വേവിക്കുകയാണ്. കുക്കറിനകത്തിട്ട് നല്ലപോലെ വേവിക്കണം. ആദ്യം വൻപയർ കുക്കറിനകത്തോട്ടിട്ടു. ആവശ്യത്തിന് വൻപയർ വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, അത് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഇത്രയും നല്ലപോലെ ഒഴിച്ച് വൻപയർ ആദ്യം വേവിച്ചെടുക്കുക. വൻപയർ അടുപ്പ് വെപ്പിച്ച് വൻപയർ വെച്ചിട്ടുണ്ട്. വൻപയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തിരുവാതിരപ്പുഴുക്കിനുള്ള സാധനങ്ങളെല്ലാം വൃത്തിയാക്കി അരിയാം. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കൂർക്ക തൊലി കളഞ്ഞ് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ മധുരക്കിഴങ്ങ് അത് ഞാൻ കാണിച്ചതിൻ്റെ ഫുൾ എടുത്തിട്ടില്ല, ആവശ്യത്തിന് മാത്രം എടുത്തു. പിന്നെ കാച്ചിൽ, കപ്പ, ചേമ്പ് ഇത്രയും ഞാൻ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇനിയും കഴുകി വൃത്തിയാക്കി ഓരോന്നും പ്രത്യേകം വേവിക്കണം. ഓരോന്നും പ്രത്യേകം വേവിക്കുക എന്ന് വെച്ചാൽ കപ്പ വേവിക്കാൻ വെക്കുക വെള്ളത്തിൽ. അത് കഴിഞ്ഞിട്ട് കാച്ചിൽ, ചേമ്പും കൂടെയാണ് അത് കപ്പയ്ക്കകത്തിട്ട് വേവിക്കുന്നത്. കാണിച്ചു തരാം. കപ്പ ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കി ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ ചരുവത്തിനകത്താണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് പകുതി വേവാകുമ്പോഴത്തേക്കാണ് ചേമ്പും കാച്ചിലും ഇടേണ്ടത്. ഈ സമയത്ത് നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. വൻപയർ നല്ലപോലെ വെന്തിട്ടുണ്ട്. ആ വെന്ത പയർ നമ്മൾ കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. വൻപയർ കോരി വെച്ച ആ വെള്ളത്തിലേക്ക്, ബാക്കി വന്ന വെള്ളമാണ്, ആ വെള്ളത്തിലേക്കാണ് നമ്മൾ ഏത്തക്ക നുറുക്കിയതും കൂർക്കയും കൂടെ അരിഞ്ഞു വെച്ച് നല്ല വൃത്തിയായി കഴുകിയതാണ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഉപ്പൂടെ ചേർത്ത് വേണം ഇത് വേവിക്കേണ്ടത്. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അടുപ്പിട്ട് അടച്ച് വേവിക്കാൻ വെക്കുക. നമ്മൾ വെച്ചേക്കുന്ന കപ്പ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേമ്പും കാച്ചിലും കൂടെ കപ്പയിലോട്ട് ഇട്ട് കൊടുക്കുക. ചേമ്പും കാച്ചിലും കപ്പയും നല്ലപോലെ തിള വന്നതിന് ശേഷമാണ് ലാസ്റ്റ് നമ്മുടെ മധുരക്കിഴങ്ങ് ഇടേണ്ടത്. എന്ന് വെച്ചാൽ മധുരക്കിഴങ്ങ് പെട്ടെന്ന് വേവുന്നതാണ്. നമ്മുടെ കൂർക്കയും ഏത്തക്കയും ഇപ്പം ഒരു 4-5 വിസിൽ കേട്ടു. 4 വിസിൽ മതി അത് വേകാൻ. ഓഫാക്കുക. കപ്പ, കാച്ചില്, ചേമ്പ് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മധുരക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുക്കുക. മധുരക്കിഴങ്ങ് കൂടെ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കുക. നമുക്ക് പുഴുക്കിനകത്ത് ഇടാനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങയും, പച്ചമുളക്, മഞ്ഞപ്പൊടി, കറിവേപ്പില. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ ചേർത്താൽ മതി. ഇപ്പോൾ വ്രതക്കാർ വെളുത്തുള്ളിയും ഉള്ളിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതിപ്പോൾ എനിക്ക് വ്രതമില്ലാത്തതുകൊണ്ടാണ് വെളുത്തുള്ളി നല്ലതാണ് ഗ്യാസൊക്കെ മാറാൻ വേണ്ടി. അതുകൊണ്ടാണ് 2 അല്ലി വെളുത്തുള്ളി ഇട്ടേക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് എല്ലാം ചെയ്യേണ്ടത് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ലപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കപ്പയും കാച്ചിലും ചേമ്പും എല്ലാം നല്ലപോലെ വെന്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം. ഇതിൻ്റെ വെള്ളം നല്ലപോലെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ കുക്കറിൽ വേകാൻ വെച്ചിരുന്ന ഏത്തക്കായും കൂർക്കായും കൂടെ ഇതിനകത്തോട്ട് ഇടുക. നമ്മുടെ വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇടുക. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്നുകൂടെ അടുപ്പിൽ വെച്ച് അതിൻ്റെ ആ ചെറിയ വെള്ളം ഒന്ന് പറ്റിക്കുക. ചെറുതായിട്ടെല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ അരപ്പൂടെ ഇതിനകത്തോട്ട് ചേർക്കുക. അരപ്പും ചേർത്തു. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കുക. നമ്മൾ കുറച്ച് ഉപ്പ് ഏത്തക്ക, കൂർക്ക ഇട്ടപ്പം ചേർത്തിട്ടുണ്ട്. അല്ലാതെ കപ്പയ്ക്കൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അത് നമ്മൾ ഇപ്പോൾ ചേർക്കുകയാണ്. ചേർത്ത് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുക. ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. നല്ലപോലെ കുത്തി വേണം ഇങ്ങനെ ഇളക്കേണ്ടത്. നമ്മുടെ തിരുവാതിരപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയും ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതിന് മുന്നേ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കേണ്ടതാണ്. നമ്മുടെ പുഴുക്ക് റെഡിയായി. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. അപ്പം വീണ്ടും കാണാം. ബൈ.